പകൽ സമയങ്ങളിൽ ആക്രി സാധനങ്ങൾ പെറുക്കാനെന്ന വ്യാജേനയാണ് നാടോടികൾ മോഷണത്തിനായി വീട് കണ്ടുവെക്കുന്നത്. രാത്രിയിൽ കവർച്ചയ്ക്കിറങ്ങുകയാണ് ഇവരുടെ രീതി. സാധാരണ കള്ളന്മാർ ആൾതാമസമില്ലാത്ത വീടുകളിലാണ് കൂടുതലായും കവർച്ചയ്ക്കെത്തുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വീടുകളിലും മോഷ്ടാക്കൾ എത്താറുണ്ട്. എന്നാൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്തുന്ന ഒരു സംഘമുണ്ട്, നായാടി സംഘം. ഇവരുടെ രീതി മറ്റു മോഷ്ടാക്കളിൽ നിന്നും വ്യത്യസ്തമാണ്. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ഇവർക്ക് കൃത്യമായ മേൽവിലാസം ഇല്ല എന്നതാണ് ഇവരുടെ പ്രത്യേകത. പുരുഷന്മാർക്ക് കവർച്ച നടത്താൻ സ്ത്രീകളും സഹായിക്കാനുണ്ട് എന്നത് മറ്റൊരു വസ്തുത. ഈ സംഘത്തിന്റെ മോഷണരീതി ഇങ്ങനെയാണ്. ചാക്കുമായി രാവിലെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഊരിചുറ്റുന്ന സ്ത്രീകൾ ആക്രി സാധനങ്ങൾ എടുക്കാനെന്ന വ്യാജേന മോഷണത്തിനുള്ള വീടുകൾ കണ്ടെത്തും. വീട്ടിലുള്ള സ്ത്രീകൾ ഇവരോട് കുശലം പറഞ്ഞ് വീടിന് ചുറ്റുമുള്ള സാധനങ്ങൾ എടുക്കാനും പറയും. അങ്ങനെ വീടിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ഇവർ മൊബൈൽ ഫോൺ വഴി രാത്രിയിൽ കവർച്ചയ്ക്കിറങ്ങുന്ന പുരുഷ സംഘത്തിന് വിവരങ്ങൾ കൈമാറും. ആയുധങ്ങളുമായി എത്തുന്ന സംഘം വീടിന് 2 തട്ട് തട്ടും. തുറന്നില്ലെങ്കിൽ ചവിട്ടിപ്പൊളിക്കും. കള്ളൻ എന്ന് വിളിച്ച് ഒച്ചയുണ്ടാക്കിയാൽ തലക്കടിച്ചു കൊല്ലും. കഴുത്തിലുള്ള മാല പൊട്ടിച്ചെടുക്കും. കമ്മൽ ചെവിയറുത്തെടുക്കും. ഒന്നിനെയും പേടിയില്ലാത്ത ഇവർക്ക് ആരും ഒരു പ്രശ്നമല്ല. വീടുകൾ കയറിയാൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓപ്പറേഷൻ ഉറപ്പാവും. വീട്ടിൽ ആളുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല, ആളില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, അറിഞ്ഞില്ല എന്നും പ്രശ്നമില്ല. വാതിൽ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, വന്നപാട് 2 വട്ടം വാതിൽ മുട്ടും. തുറന്നില്ലെങ്കിൽ വാതിൽ ചവിട്ടിപ്പൊളിക്കും. അയ്യോ കള്ളെന്ന് പറഞ്ഞാൽ തലക്കടിച്ചിട്ട് അവരെ വീഴ്ത്തും. എന്നിട്ട് അവരെ കയ്യിൽ നിന്നും കഴുത്തുനിന്ന് പൊട്ടിക്കും. ചിലപ്പോൾ ചെവി അരിഞ്ഞെടുക്കും. തീരെ വൃത്തിയില്ലാത്ത ഇവരെ പോലീസ് വിശേഷിപ്പിക്കുന്നത് ഹാർഡ് കോർ ക്രിമിനലുകൾ എന്നാണ്. പണത്തിനായി വഴിയരികിൽ കിടക്കുന്ന പാവങ്ങളെ വരെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊല്ലുന്ന ഭീകര കള്ളന്മാർ. നായാടി സംഘം നാട്ടിലെത്തിയാൽ പോലീസിനെ അറിയിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ അതൊരിക്കലും നടക്കാറില്ല. ഇത്തരത്തിലുള്ളവരെ എവിടെ കണ്ടാലും അറിയിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. നായാടി സംഘങ്ങൾ എവിടെയെങ്കിലും ഈ കീരി ആമ പിടുത്തം പറഞ്ഞ് താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയകളിൽ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പോലീസിനെ അറിയിക്കണമെന്നും കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. വെറും 4 പേർ മാത്രമേ ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുള്ളൂ. ഇവരുടെ കൂട്ടാളികൾ ജില്ലയുടെ പല ഭാഗത്തും കറങ്ങി നടക്കുന്നുണ്ട്. ആരും ഭീതിയിലാകേണ്ട കാര്യമില്ല. പക്ഷേ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. കണ്ണൂർ നഗരത്തിൽ നിന്നും ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം റൈസ് അഹമ്മദ്, കണ്ണൂർ വിഷൻ.